പ്രമേഹത്തിന്റെ സഹചാരിയാണ് തൈറോയ്ഡ് രോഗം. പ്രമേഹമുള്ള 90% പേർക്കും തൈറോയ്ഡിന്റെ പ്രശ്നം ഉണ്ടാവാം. പക്ഷെ 90% പേരും ടെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചറിഞ്ഞോളുന്നില്ല. നമുക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. കാരണം എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മളുടെ പാൻക്രിയാസ്. അത് മറ്റ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയും ബാധിക്കും. ഉദാഹരണമായിട്ട് പിറ്റ്യൂട്ടറി ആയാലും തൈറോയിഡിനെ ആയാലും പാരാതൈറോയിഡിനെ ആയാലും അത്തരം എല്ലാ ഗ്രന്ഥികളെയും ബാധിക്കും. ഇതിന്റെ ഫലമായിട്ടാണ് പ്രമേഹമുള്ളവർക്ക് തൈറോക്സിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചറിഞ്ഞോളുന്നില്ല. എന്ന് വെച്ചാൽ തൈറോയിഡിന്റെ പ്രശ്നമില്ല എന്നല്ല അതിനർത്ഥം. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ആ തിരിച്ചറിയാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റി ബ്ലഡിലേക്ക് വന്നിട്ടില്ല എന്ന് അർത്ഥമുള്ളൂ. അപ്പൊ അതിൻ്റെതായ എല്ലാ അസ്വസ്ഥത നമുക്ക് ഉണ്ടാവാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രമേഹമുണ്ടോ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തൈറോയ്ഡ് ഉണ്ടാവാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ തൈറോക്സിന്റെ ആധിക്യമോ അഭാവവും ഉണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടാവും. അത് ഉണ്ടാകാതിരിക്കാൻ ചില നിസ്സാരമായ വ്യായാമം കൊണ്ട് സാധിക്കും. ആശുപത്രി പോയതുകൊണ്ടോ മരുന്ന് കഴിച്ചുകൊണ്ടോ മാത്രം നടന്നോളുന്നില്ല. അത്തരം വ്യായാമമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇരിക്കുന്ന പോലെ വജ്രാസനത്തിൽ ഇരുന്നിട്ട് കൈകൾ പിറകോട്ടാക്കിയിരിക്കുക, പട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നാവ് പുറത്തേക്ക് ഇടുക, കണ്ണ് മുകളിലേക്ക് കൊണ്ടുപോവുക, നമ്മളെ വയറിനെ അകത്തേക്കും പുറത്തേക്കും ചലിപ്പിക്കത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചലിച്ചോണ്ടിരിക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് രാവിലെയും വൈകിട്ടും 10 മിനിറ്റ് വീതം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് നമ്മളുടെ തൈറോയിഡിന്റെ പ്രശ്നം കുറയും, പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിക്കും, കിഡ്നിയുടെ പ്രശ്നം തീരും, PCOD കുറയാൻ സഹായിക്കും, പൈൽസ് കുറയാൻ സഹായിക്കും, പ്രോസ്റ്റേറ്റിന്റെ വീക്കം കുറയാൻ സഹായിക്കും. അങ്ങനെ പലതരത്തിൽ നമ്മളുടെ ശാരീരിക വ്യാധികളെ കുറയ്ക്കാനും നമുക്ക് ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാനും സഹായിക്കും. ഇത്തരം അനവധി കാര്യങ്ങൾ മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഷുഗറുള്ളവർക്ക് മാത്രമല്ല, തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്കും വളരെ ഫലപ്രദമായിട്ട് കുറച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ട് ഇല്ലാതെ ആക്കിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കുന്നതാണ്.